പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ആരാധന, ഈശോയെ സ്തുതി, നന്ദി നന്ദി. ഓ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ സജീവ സാന്നിധ്യത്തിന് മുമ്പിൽ പരിപൂർണമായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ അണിചേർന്നിരിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെല്ലാ സന്തോഷങ്ങളെയും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ കൃപകളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ ഹൃദയത്തിലെ സന്തോഷങ്ങളെയും സന്തോഷത്തിലേക്ക് എന്നെ നയിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഈശോയെ അങ്ങയുടെ പരിപൂർണമായ ശക്തിക്ക് മുമ്പിൽ പരിപൂർണമായി സമർപ്പിക്കുന്നു. ഈശോയെ, അവിടുത്തെ സമാധാനം എപ്പോഴും എൻ്റെ ഉള്ളിൽ നിറയട്ടെ. സങ്കീർത്തനം 91:11 നിൻ്റെ വഴികളിലെല്ലാം നിന്നെ കാത്തുപരിപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ വചനത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം കാണുക. ഒന്ന്, ദൈവികമായ കരുതലാണ്. നാം പോകുന്ന വഴികളിലെല്ലാം നമുക്ക് കാവലായി സ്വർഗം ഉണർന്നിരിക്കുന്നു. ഇതൊരു വലിയൊരു സത്യമാണ്. ഈ വലിയ സത്യത്തെ ഇന്ന് ഈ ആരാധനയിൽ നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് യഥാർത്ഥമായ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുകയാണ്. നാം പോകുന്ന വഴികളിലെല്ലാം നമുക്ക് കാവലായി സ്വർഗം ഉണർന്നിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇതിലും വലിയൊരു സന്തോഷത്തിന് മറ്റു കാരണമൊന്നുമില്ല. നാം തനിച്ചല്ല എന്നുള്ളതാണ്. അദൃശ്യമായ ദൂതന്മാരുടെ സംരക്ഷണം എപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. കവൽ മാലാഖയിലൂടെ നമുക്കതറിയാം, ആ ദൃശ്യമായ ദൂതന്മാരുടെ സംരക്ഷണം, ആ സംരക്ഷണം വഴി സ്വർഗം എപ്പോഴും നമുക്ക് കാവലായി ഉണർന്നിരിക്കുകയാണ്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് കൽപ്പന നൽകുന്ന ദൈവമാണ്. നിന്നെ കാത്തുരക്ഷിക്കാൻ ദൈവം തൻ്റെ ദൂതന്മാർക്ക് പ്രത്യേക കൽപ്പന നൽകിയിരിക്കുന്നു. ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടിപ്പുകഴ്ത്തുന്ന ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്, എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓരോ മനുഷ്യനെയും വ്യക്തിപരമായി കാത്തു സൂക്ഷിക്കുവാൻ, കാത്തുരക്ഷിക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അതായത് നാം എത്രത്തോളം വിലപ്പെട്ടതാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപക്ഷേ നമ്മുടെ കൂടെ നടക്കുന്നവർ നമുക്ക് വില നൽകിയെന്ന് വരില്ല, നമ്മുടെ ജീവിത പങ്കാളി നമുക്ക് വില നൽകിയെന്ന് വരില്ല, നമ്മൾ വില നൽകി സ്നേഹിച്ചവർ നമ്മളെ വില നൽകി തിരിച്ച് സ്നേഹിച്ചു എന്ന് വരില്ല, ഒരുപക്ഷെ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടത്ര വില നൽകിയെന്ന് വരില്ല. അങ്ങനെ വില ഇല്ല എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഈ വചനത്തിൻ്റെ അഭിഷേകത്തിനു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം. കാരണം നിൻ്റെ വഴികളിലെല്ലാം നിന്നെ കാത്തുപരിപാലിക്കാൻ അവിടുന്ന് എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നീ അത്രമാത്രം പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം, എല്ലാ വഴികളിലും, നമ്മുടെ സന്തോഷത്തിൻ്റെ വഴികളിലും സങ്കടത്തിൻ്റെ വഴികളിലും
അപകടം നിറഞ്ഞ പാതകളിലും ഈ കാവൽ നമ്മോടൊപ്പമുണ്ട്. അതായത് നാം അറിയാതെ പോലും പല അപകടങ്ങളും ദൈവം നമ്മെ മാറ്റി നിർത്തുകയാണ്. അത്രമാത്രം കരുതൽ എല്ലാ വഴികളിലും, നമ്മുടെ സകല യാത്രയുടെ സകല മേഖലകളിലും ദൈവം തൻ്റെ ദൂതന്മാരെ നമുക്കൊപ്പം അയച്ചിട്ടുണ്ട്. സാവധാനം ആ വലിയൊരു സത്യം നമുക്ക് തിരിച്ചറിയാം. ഈശോയെ, അങ്ങ് എനിക്ക് ചുറ്റും തീർത്ത വേലിക്കായി, സംരക്ഷണ കവചത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഇത് ഞങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള സംരക്ഷണ കവചമല്ല, മറിച്ച് ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംരക്ഷണ കവചമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവിടുത്തെ ദൂതന്മാരെനിക്ക് കാവലുണ്ടെന്ന ബോധ്യം എനിക്ക് നൽകി. ആ വലിയ ധൈര്യം നൽകിയതിനെ ഓർത്ത് ഈശോയെ നന്ദി. എൻ്റെ എല്ലാ യാത്രകളിലും, എൻ്റെ എല്ലാ ജോലികളിലും, എൻ്റെ കുടുംബത്തിലും അങ്ങയുടെ സംരക്ഷണം ഞാൻ അനുഭവിക്കുന്നു. ഞാൻ സുരക്ഷിതനാണ്, കാരണം എൻ്റെ ദൈവം എന്നെ കാക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദൂതന്മാരുടെ സംരക്ഷണത്തിൽ എന്നെയും എനിക്കുള്ളവരെയും കാത്തുപരിപാലിക്കണമേ. വഴികളിലെ തടസ്സങ്ങളെ നീക്കണമേ. അങ്ങയുടെ പ്രത്യാശയുടെ പ്രകാശം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ സ്തുതി. ബുദ്ധികാരുടെ നാഥ, പൂർണ്ണമായും ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും